നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ നമ്മളിന്ന് തന്നെ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെയ്യുമെന്നല്ല, അന്ന് നമ്മൾ ഈ മീൻകറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി കുറച്ച് പുളി മേടിച്ചുകൊണ്ടുണ്ട്, കുടപ്പുളി. അപ്പോൾ ഈ കുറേ നാളുകളായിട്ട് ഈ മീൻകറിയൊക്കെ ചില പുളികൾക്ക് നല്ല കമരും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പോയി നല്ല പുളി നോക്കി മേടിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ വിശേഷവും കാര്യങ്ങളിലേക്കും നമുക്ക് കിടക്കാം. കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നല്ല മീനായാലും എത്ര വില കൂടിയ മീനായാലും പുളി നല്ലതല്ലെങ്കിൽ ആ മീൻകറിക്ക് ചെറിയൊരു കയ്പ്പ് വരും. അപ്പം നമുക്ക് ആ നോക്കി മേടിക്കേണ്ട കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പം ഞാൻ നമ്മുടെ പുളി മേടിച്ചിരുന്നത് കണ്ടോ, പുളി കണ്ടോ, നല്ല അടിപൊളി പുളി. ഇതെങ്ങനെ പിടിച്ചാൽ അങ്ങനെ ഞങ്ങണ പുളിയായിരിക്കും. അപ്പോൾ ഈ മറ്റേ പച്ചയ്ക്ക് ഈ നമ്മുടെ കായ ഉൾപ്പെടെ വെട്ടിയെടുക്കുന്ന സാധനമാണ് ഈ കമരു തന്നെ. ഇത് ഉറയൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്ന പുളിയാണ്, നല്ല പഴുത്ത പുളിയാണ്. മറ്റേതുണ്ടല്ലോ, നമ്മൾ അത് നോക്കി മേടിക്കണം. നമ്മൾ ചെല്ലുമ്പോൾ കണ്ടോ, ഈ പുളി നമ്മൾ ചെന്ന് നോക്കി മേടിക്കണം, പറഞ്ഞ് മേടിക്കുക. പഴുത്ത പുളി നമ്മൾ തൊണ്ട് കളഞ്ഞിരിക്കുന്നത് എടുത്തുകൊണ്ടിരുന്ന സാധനം. ഇത് കണ്ടോ, ഇത് ഓരോ പുളി നല്ല നല്ല അടിപൊളി ഈ സംഭവമാണ്. കാര്യം പറഞ്ഞാൽ കണ്ടോ, ഇത് കണ്ടോ, ഇതിങ്ങനെ ഞെക്കാം, ഞങ്ങണതും ഇതൊക്കെ ആയിരിക്കണം. ഈ പച്ചയ്ക്ക് ഉള്ള സാധനം വെട്ടി കണ്ടിച്ച് ഇടുമ്പോൾ ആ പുളി കമര് വരും. അപ്പം നിങ്ങളെല്ലാവരും മേടിക്കുമ്പോൾ മീൻകറിക്ക് ചെറിയ കയ്പൊക്കെ വരണ്ടെങ്കിൽ ആ പുളിയുടെ പ്രശ്നം തന്നെയാണ്, കമരെന്ന് പറയുന്ന സാധനം. ഈ പച്ചയ്ക്ക് കായ വെട്ടി കൂട്ടിയൊക്കെ മേടിക്കുമ്പോൾ വന്ന സംഭവമാണ് ഇതിന് 350 രൂപയാണ് ഈ പുളിക്ക് ഒരു കിലോന് മേടിക്കുന്നത്. 350 രൂപയ്ക്ക് മേടിച്ചാൽ യാതൊരു നഷ്ടമില്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ പുളിക്ക് 300 രൂപ കൊടുക്കും. ഈ 300 രൂപ കൊടുത്ത് വെച്ച് ഈ അന്യായ വില കൊടുത്ത് മീൻ മേടിച്ചെന്ന് വെച്ച് അത് കളയണതിനും ഭേദമല്ലേ. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇങ്ങനത്തെ പുളികളൊക്കെ നോക്കി മേടിച്ച്. ഇത് 300 രൂപയുടെ പുളിയാണ്. ഇതിനകത്ത് കണ്ടോ, ഇതൊന്നും കുഴപ്പമില്ല. ഈ സാധനം ഇത് കൊള്ളൂല. അപ്പോൾ ഈ പറഞ്ഞാൽ ഇത് ഈ 1-2 പുളികൾ കുഴപ്പമില്ല, ഇതൊന്നും കൊള്ളൂല. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചയ്ക്ക് വെട്ടി കൂട്ടിയെടുത്ത സാധനമാണ്. ഇങ്ങനെ ഞെങ്ങണ പുളി മാത്രമാണ് ഇതിൻ്റെ അകത്ത് നല്ലതുള്ളൂ, ചെറുതാണെങ്കിൽ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകറിക്ക് നല്ല കയ്പായിരിക്കും, കമരായിരിക്കും. അപ്പോൾ അതൊക്കെ പ്രത്യേകം നിങ്ങളെല്ലാവരും മീൻകറി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ സൈസ് പുളി നമുക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു കിലോ മീന് ഈ 3 കഷ്ണം പുളി ഇട്ടാൽ, ഈ 3 കഷ്ണം പുളി ഇട്ടാൽ 1 കിലോ മീൻ ഭയങ്കരമായിട്ട് ഒരു കഷ്ണം ചിലപ്പോൾ എടുത്ത് മാറ്റേണ്ടി വരും. അത്രയ്ക്കും പുളിയായിരിക്കും ഇത്. ഈ 3 കഷ്ണം മീൻ പുളി ഇട്ടാൽ 1 കിലോ മീൻ. അപ്പോൾ കൂടുതലൊന്നൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പുളിയായിരിക്കും. ഇത് ഒരു കഷ്ണം 3 കഷ്ണം പുളി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോ മീൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുളി നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിരിക്കും 1 കഷ്ണം മീൻ പുളി എടുത്ത് മാറ്റേണ്ടി വരും. അത്രയ്ക്കും നല്ല പുളിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പുളികൾ നിങ്ങൾ നോക്കി മേടിക്കുക. അപ്പോൾ ഈ പുളിയുടെയൊക്കെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ.